ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ വർക്കൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അതിനുശേഷം ഫ്രഷായി കഴിഞ്ഞപ്പോൾ ഒന്ന് ചെറുതായിട്ട് വിശക്കുണ്ട്. പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ നഗരത്തിൽ ഒന്ന് പോയിട്ട് ഇവിടെയുള്ള ഏരിയയിലൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്, നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ധാരാളം ഇഷ്ടംപോലെ വെറൈറ്റി ഭക്ഷണങ്ങളുണ്ടാകും. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് കഴിച്ചതിൽ ഒന്ന് ഗുലാം ജാം കഴിച്ചിരുന്നു. പിന്നെ അതേപോലെ ഇവിടെ നിന്ന് സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു ടൈപ്പ് ഒരു ബിരിയാണി റൈസ് പോലത്തെ ഒരു ടൈപ്പ് വെറൈറ്റി റൈസ് ഉണ്ട്. ആ രണ്ട് സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനിപ്പോൾ ആ റൈസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത് മജസ്റ്റിക്, അതായത് ബാംഗ്ലൂർ മജസ്റ്റിക്കിലെ KR സർക്കിളിന് അടുത്തുള്ള ഒരു ലോഡ്ജിലാണ്. അപ്പോൾ അതിന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ധാരാളം തട്ടുകടകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ റൈസ് അവിടെ കിട്ടും. ഞങ്ങൾ വരുന്ന സമയത്ത് റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഇടയ്ക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അവിടുത്തെ ടേസ്റ്റ് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്ന കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ 5 മണി. എനിക്ക് തോന്നുന്ന ഒരു ഉച്ച വരെ തുറക്കുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ തൊട്ടടുത്ത് തന്നെ ഈ തണ്ണിമത്തൻ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ മസാല പരട്ടി കൊടുക്കണ ഒരു ചെറിയ തട്ടുകടയുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു 2 പാഴ്സൽ തണ്ണിമത്തൻ വാങ്ങിയിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുക. ചെറിയ രീതിയിൽ നമ്മളെ വിശപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റൂമിനടുത്ത് തന്നെയാണ് ഇവിടെ KR സർക്കിൾ. അവിടെ ധാരാളം പ്രൊഡക്റ്റ്, അതായത് നമ്മൾക്ക് വേണ്ട ഡ്രസ്സ്, ബാഗ്, ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സെയിൽ ചെയ്യണ ധാരാളം കടകളുണ്ട്. അവിടെ പോയിട്ട് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ താമസിക്കുന്ന ലോഡ്ജിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ഈ രണ്ട് ഞാൻ പറഞ്ഞ ഈ സൺഡേ ബസാറും അതേപോലെ തന്നെ KR സർക്കിളാണെന്ന് തോന്നുന്ന പേര്. യെസ്, KR സർക്കിൾ. ഈ 2 ഡിസ്റ്റൻസും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നമ്മൾ ഡ്രസ്സ് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ AS സ്റ്റാർ സ്ട്രീറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കന്തമൂൽ ഫുഡ് പറഞ്ഞിട്ടുള്ള ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത് കഴിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് എന്താണെങ്കിൽ ജസ്റ്റ് ഒരു ചമർപ്പ് എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് പറയാൻ പറ്റത്തില്ല. ഇതിൽ ഉപ്പിട്ടുണ്ട്, പിന്നെ ഷുഗർ ഇട്ടുണ്ട്, പിന്നെ വേറെ എന്തൊക്കെ എസൻസ് ഇട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ജസ്റ്റ് ഒരു ടേസ്റ്റ് മാത്രം. ജസ്റ്റ് കണ്ടപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ട്രൈ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ ടേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. Okay. Full. अभी गाया बस टेस्ट क्या है मीठा नो टेस्ट. यहाँ का रेट कम है. इधर कर्नाटक में रेट कम. ഇവിടെ നമ്മളെ എറണാകുളം മേനക സ്ട്രീറ്റിൽ പോയിണ്ടെങ്കിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും തന്നെ ഇവിടെ കിട്ടും. പക്ഷെ എന്താ ചെയ്യാൻ പറയുന്നത്, ക്വാളിറ്റി കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും റേറ്റ് കമ്മിക്ക്. ഇവിടെ ഈ സൺഡേ ബസാറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാൻ. അതിന്
भाई कितना रुपया हाँ? ये क्या ഇത് എന്നത് ജാമുൻ അമ്മ ഇത് പേരക്കേടാ ഇതാ ഫസ്റ്റ് ടൈം എങ്ങനത്തെ ഒരു ഫ്രൂട്ട്സ് കഴിക്കുന്നത് ജാമുൻ എന്നാണ് അവർ പറഞ്ഞത് ഈ പേര് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത് ആദ്യമായിട്ട് കാണുന്നതും ആദ്യമായിട്ട് കഴിക്കുന്നതും ഇപ്പോഴാണ് ഇവിടെ ബാംഗ്ലൂർ വന്നപ്പോഴാണ് അപ്പോൾ അത് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എനിക്ക് തന്ന് അപ്പോൾ ഇത് കഴിച്ച് നോക്കുമ്പോൾ ഒരു ചമർപ്പാണ് പ്രത്യേകിച്ച് അതിന് ടേസ്റ്റ് ഒന്നുമില്ല ഒരു പക്ഷേ ജ്യൂസ് അടിച്ചാൽ നന്നായിരിക്കും ദുപ്പട്ട കിतना रुपया भाई 50 रुपीस कमी एक पीस 1 पीस 50 रुपीस ഓക്കെ പിന്നെ എന്താണ് നമ്മുടെ ഈ ഒരു പ്രത്യേകിച്ച് ഒരു വെൽ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ കുറച്ച് വഴിയിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു 7:30 കഴിഞ്ഞപ്പോഴേക്കും ഇവിടെയുള്ള മാർക്കറ്റെല്ലാം ക്ലോസ് ചെയ്യാൻ പോകും